ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഡെയിലി ലൈഫിൽ നമ്മളെപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണ്. സെൻറ്റൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളൊക്കെ എപ്പോഴും ഫോളോ ചെയ്യുക എന്ന് പറയാറുണ്ട് അല്ലേ? ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ, ഫേസ്ബുക്കിൽ, അതുപോലെ യൂട്യൂബിൽ ഒക്കെ ഫോളോ ചെയ്യുക എന്ന് പറയാറുണ്ട്. എന്നാൽ ഈ ഫോളോ എന്ന വാക്കിന് പല മീനിങ്ങുകളും ഉണ്ട് കേട്ടോ. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അവസാനം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്ന സെന്റൻസ്, നമ്മൾ ഒരാളോട് ചോദിക്കണം. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലായാലും യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഒക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ഞാൻ നിങ്ങളോട് പറയാറുള്ളത് പോലെ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത് പോലെ നീ എന്നെ ഫോളോ ചെയ്യുമോ അല്ലെ? ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ അധികവും നമ്മൾ പറയാറുള്ളത് എന്താണ്? നീ എന്നെ ഫോളോ ചെയ്യുമോ എന്നിങ്ങനെ ചോദിക്കുക. വിൽ യു ഫോളോ മീ? വിൽ യു ഫോളോ മീ? ഈ ഫോളോക്ക് വേറൊരു മീനിങ് ഉണ്ട്, അത് ഞാൻ അവസാനം പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. വിൽ യു ഫോളോ മീ? നീ എന്നെ ഫോളോ ചെയ്യുമോ? ഞാൻ നിന്നെ ഫോളോ ചെയ്തു. ഇങ്ങനെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ കാര്യമാണല്ലോ. ഐ ഫോളോഡ് യു. ഐ ഫോളോഡ് യു. ഞാൻ ആരെയും ഫോളോ ചെയ്യാറില്ല. ഇങ്ങനെ പറയുകയാണെങ്കിലോ, അങ്ങനെ ഒരു പതിവൊന്നും എനിക്കില്ല. ഈ ഫോളോ ചെയ്യുന്ന പതിവ് എനിക്കില്ല. അപ്പം ഞാൻ ആരെയും ഫോളോ ചെയ്യാറില്ല. ഐ ഡോണ്ട് ഫോളോ എനിവൺ. ഐ ഡോണ്ട് ഫോളോ എനിവൺ. നിന്നെ ഞാൻ ഫോളോ ചെയ്യണോ അല്ലേ? ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യാറ്? നിന്നെ ഞാൻ ഫോളോ ചെയ്യണോ, ഞാൻ വരണോ, ഞാൻ പോകണോ, ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷുഡ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഷുഡ് ഐ ഫോളോ യു? ഷുഡ് ഐ ഫോളോ യു? ഞാൻ നിന്നെ ഫോളോ ചെയ്യണോ? ഓക്കെ, ഞാൻ അവനെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നു എന്ന് പറയുകയാണെങ്കിലോ, ഞാൻ അവനെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നു. ഐ ഫോളോ ഹിം ഓൺ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഓൺ ഫേസ്ബുക്ക് എന്നൊക്കെ പറയാം. ഐ ഫോളോ ഹിം. ഐ ഫോളോ ഹിം ഓൺ ഇൻസ്റ്റഗ്രാം ഓർ ഫേസ്ബുക്ക് ഓർ യൂട്യൂബ് എന്ന് വേണമെങ്കിലും പറയാട്ടോ. ഞാൻ അവനെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നു. അവൾ എന്നെ ഫോളോ ചെയ്യുന്നില്ല. അവൾ എന്നെ ഫോളോ ചെയ്യുന്നില്ല. ഈ ഫോളോ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് ഓരോ പ്ലാറ്റ്ഫോമിൽ ഫോളോ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. അവൾ എന്നെ ഫോളോ ചെയ്യുന്നില്ല. ഷീ ഡസൻറ്റ് ഫോളോ മീ. ഷീ ഡസൻറ്റ് ഫോളോ മീ. ഓക്കെ, നീ ആരെയാണ് ഫോളോ ചെയ്യുന്നത്? നീ ആരെയാണ് ഫോളോ ചെയ്യുന്നത് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിലോ, ഹു ഡു യു ഫോളോ? ഹു ഡു യു ഫോളോ? എത്ര പേരാണ് നിന്നെ ഫോളോ ചെയ്യുന്നത്? ഇങ്ങനെ പറയാറുണ്ട് അല്ലെ? എത്ര പേരാണ് നിന്നെ ഫോളോ ചെയ്യുന്നത്? ഹൗ മെനി പീപ്പിൾ ഫോളോ യു? ഹൗ മെനി പീപ്പിൾ ഫോളോ യു? ഇനി അവൻ ഇന്നലെ എന്നെ ഫോളോ ചെയ്തു. അവൻ ഇന്നലെ എന്നെ ഫോളോ ചെയ്തു. ഹി ഫോളോഡ് മീ യെസ്റ്റർഡേ. ഹി ഫോളോഡ് മീ യെസ്റ്റർഡേ. നീ എന്തിനാണ് എന്നെ അൺഫോളോ ചെയ്തത്? ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ. നീ എന്തിനാണ് എന്നെ അൺഫോളോ ചെയ്തത്? വൈ ഡിഡ് യു അൺഫോളോ മീ? വൈ ഡിഡ് യു അൺഫോളോ മീ? എനിക്ക് ആരെയും ഫോളോ ചെയ്യാൻ ഇഷ്ടമല്ല. എനിക്ക് ആരെയും ഫോളോ ചെയ്യാൻ ഇഷ്ടമല്ല. ഐ ഡോണ്ട് വാണ്ട് ടു ഫോളോ എനിവൺ. ഐ ഡോണ്ട് വാണ്ട് ടു ഫോളോ എനിവൺ. എനിക്ക് ആരെയും ഫോളോ ചെയ്യുന്നത് ഇഷ്ടമല്ല. ഇനി നമ്മൾ ഒരാളോട് സമ്മതം ചോദിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പെർമിഷൻ ചോദിക്കുകയാണ്. ഞാൻ നിന്നെ ഫോളോ ചെയ്യട്ടെ? ഞാൻ നിന്നെ ഫോളോ ചെയ്യട്ടെ? Can I follow you? Can I follow you? പലരും ഈ പേജ് ഫോളോ ചെയ്യുന്നു. പലരും ഈ പേജ് ഫോളോ ചെയ്യുന്നു. Many people follow this page. Many people follow this page. ഇപ്പൊ നമ്മളൊക്കെ അധികം യൂസ് ചെയ്യുന്നതാണ് ഈ ഫോളോ ചെയ്യല്, അൺഫോളോ ചെയ്യല്, ഇങ്ങനെയൊക്കെ ഉള്ള സെന്റൻസുകൾ. ഓക്കെ, ഞാൻ നിന്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്തു. എങ്ങനെ പറയാ? ഞാൻ നിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനാണ് കേട്ടോ ഈ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതായത് ഫോളോ ചെയ്യുക. ഓക്കെ, ഐ ഫോളോഡ് യുവർ യൂട്യൂബ് ചാനൽ. ഐ ഫോളോഡ് യുവർ യൂട്യൂബ് ചാനൽ. ഇത് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് കമന്റ് അറിയിക്കുക കേട്ടോ. ഐ ഫോളോഡ് യുവർ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തു എന്നാണ്. അതായത് നിങ്ങൾ എന്നോട് പറയുമ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ഫോളോ ചെയ്തു. ഓക്കെ, നീ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യണം എന്നെങ്ങനെ പറയാ? നീ ഈ അക്കൗണ്ട് ഫോളോ ചെയ്യണം. നമ്മൾ ഒരാളോട് അഡ്വൈസ് ചെയ്യാണ് അല്ലെ? അപ്പോൾ യു ഷുഡ് ഫോളോ ദിസ് അക്കൗണ്ട്. യു ഷുഡ് ഫോളോ ദിസ് അക്കൗണ്ട്. നീ എന്നെ ഫോളോ ചെയ്യാറുണ്ടോ? നീ എന്നെ ഫോളോ ചെയ്യാറുണ്ടോ എങ്ങനെ ചോദിക്കുക? യു ഫോളോ മീ. ഡു യു ഫോളോ മീ? ഇനി നമ്മൾ ഒരാളോട് അപേക്ഷിക്കണം. ഇപ്പൊ ഞാനൊക്കെ നിങ്ങളോട് പറയുന്നത് പ്ലീസ്
എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയുന്നത് പോലെ ദയവായി എന്നെ ഫോളോ ചെയ്യൂ എന്ന് പറയുകയാണെങ്കിൽ പ്ലീസ് ഫോളോ മീ, പ്ലീസ് ഫോളോ മീ. ഇപ്പം നമുക്കൊക്കെ യൂട്യൂബ് ചാനലുള്ളവർക്കൊക്കെ ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റഗ്രാം പേജ് ഇതൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലീസ് ഫോളോ മീ. ഓക്കെ, ഞാൻ അവനെ അൺഫോളോ ചെയ്തു, ഞാൻ അവനെ അൺഫോളോ ചെയ്തു. ഇതെങ്ങനെ പറയാ? ഐ അൺഫോളോഡ് ഹിം, ഐ അൺഫോളോഡ് ഹിം. ഞാൻ അവനെ അൺഫോളോ ചെയ്തു. ഈ പേജ് ഫോളോ ചെയ്യൂ, ഫോളോ ദിസ് പേജ്. ദയവായി ഈ പോസ്റ്റ് ലൈക്ക് ചെയ്യൂ എന്നിങ്ങനെ പറയാം. ദയവായി ഈ പോസ്റ്റ് ലൈക്ക് ചെയ്യൂ. പ്ലീസ് ലൈക്ക് ദിസ് പോസ്റ്റ്, പ്ലീസ് ലൈക്ക് ദിസ് പോസ്റ്റ്. ഞാൻ നിന്നെ ഫോളോ ചെയ്യാൻ മറന്നു എന്നിങ്ങനെ പറയാ. ഞാൻ നിന്നെ ഫോളോ ചെയ്യാൻ മറന്നു. ഐ ഫോർഗോട്ട് ടു ഫോളോ യു, ഐ ഫോർഗോട്ട് ടു ഫോളോ യു. ഞാൻ നിന്നെ ഫോളോ ചെയ്യാൻ മറന്നു. നമുക്കൊന്നും കൂടി പൊളൈറ്റ് ആയി പറയാൻ വേണ്ടിയിട്ട് സോറി ഐ ഫോർഗോട്ട് ടു ഫോളോ യു എന്ന് പറയാം. ഓക്കെ, ഈ പേജിൽ എനിക്ക് ഫോളോവേഴ്സ് കുറവാണ് എന്നിങ്ങനെ പറയാം. ഈ പേജിൽ എനിക്ക് ഫോളോവേഴ്സ് കുറവാണ്. ഐ ഹാവ് വെരി ഫ്യൂ ഫോളോവേഴ്സ് ഓൺ ദിസ് പേജ്, ഐ ഹാവ് വെരി ഫ്യൂ ഫോളോവേഴ്സ് ഓൺ ദിസ് പേജ്. ഈ പേജിൽ എനിക്ക് ഫോളോവേഴ്സ് വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫോളോ എന്നുള്ള ആ ഒരു വെർബ് യൂസ് ചെയ്ത് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ഇതിലൊക്കെ ഫോളോ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പരമാവധി ഉള്ള സെന്റൻസുകളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്കൊരു സെന്റൻസ് തരാം. നിനക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട്, നിനക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട് എന്നിങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഫോളോയുടെ വേറെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഫോളോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നു, ഇത് ഒരു വാഹനം അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പേഴ്സൺ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് അവൻ എന്നെ ഫോളോ ചെയ്യുന്നു എന്ന് പറയാറുണ്ടല്ലോ. ഇതിന് വേണ്ടിയിട്ടും ഈ ഫോളോ എന്ന് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ദയവായി എൻ്റെ പിന്നാലെ വരൂ എന്ന് നമ്മൾ ഒരാളോട് പറയണം. അപ്പൊ നമ്മളെ പിന്നാലെ ഒരാൾ വരുന്നതിന് അത് നമ്മളെ ഫോളോ ചെയ്ത് വരികയാണ് അല്ലെ, അവിടെ നമ്മൾ ഈ ഫോളോ യൂസ് ചെയ്യാറുണ്ട്. പ്ലീസ് ഫോളോ മീ അല്ലേ. ഇപ്പം നമുക്കറിയാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പൊ നമ്മളൊരു ബൈക്കിലുണ്ട്, നമ്മുടെ ബൈക്കിൽ നമ്മൾ അറിയുന്ന ഒരാളുണ്ട്. അപ്പൊ നമ്മൾ ബാക്കിൽ വരൂ അല്ലെങ്കിൽ നമ്മളെ പിന്നാലെ വരൂ എന്നൊക്കെ പറയാറുണ്ടല്ലോ. അവിടെ നമുക്ക് എന്ത് പറയാം? പ്ലീസ് ഫോളോ മീ, എന്നെ പിന്തുടരൂ എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫോളോ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. മനസ്സിലാകുന്നുണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പം നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാം? ഫോളോ യൂസ് ചെയ്ത് ചോദിക്കാം. യു ഫോളോ മീ, ഡു യു ഫോളോ മീ, എനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ ഒരു മീനിങ്ങും ഫോളോ എന്ന് പറയുന്നതിനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മീനിങ്ങും നമുക്ക് ഫോളോ എന്നതിന് യൂസ് ചെയ്യാം. അതല്ലാതെ നമ്മളെ പ്ലാറ്റ്ഫോമിൽ ഫോളോ ചെയ്യുന്നതിന് നമുക്ക് ഫോളോ യൂസ് ചെയ്ത് പറയാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ സെന്റൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതായത് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ്, അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.